അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ആൻഡ്രോപ്പിക്കിൻ്റെ ക്ലോഡ് കോഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പോവാണ്. അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ തന്നെ. ഫേമസ് ആയിട്ടുള്ള ഒരു ഏജൻറ്റാണ്, നമ്മുടെ AI ഏജൻറ്റാണ് ആൻഡ്രോപ്പിക്ക് റിലീസ് ചെയ്ത ക്ലോഡ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഉപയോഗിക്കണമെങ്കിൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. പ്രോ സബ്സ്ക്രിപ്ഷൻ വേണ്ടി വരും. പ്രോയോ മാക്സോ എന്താണെന്ന് വെച്ചാൽ വേണ്ടി വരും. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ റൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു സർവീസിൻ്റെ API നമ്മൾ എടുത്തിട്ട് അവന്മാരുടെ മോഡൽസ് നമ്മൾ ക്ലോഡ് കോഡിലൂടെ റൺ ചെയ്യാൻ പോവാം. അപ്പം നമ്മൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ തന്നെ നമുക്ക് ഈ മോഡൽസ് ഉപയോഗിച്ച് ക്ലോഡ് കോഡ് റൺ ചെയ്യാൻ പറ്റും. നമ്മൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ LLM ആയിരിക്കും അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ആകാൻ പോകുന്നത്. അതായത് നമ്മുടെ കൊടുക്കുന്ന കോംപ്ലക്സ് ടാസ്ക് ഒക്കെ റൺ ചെയ്യുന്നത് അവന്മാരായിരിക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ സെർച്ച് ചെയ്യുന്ന ഇവിടെ നമ്മൾ എടുക്കുന്ന ഏത് LLM ആണോ ആ LLM ആയിരിക്കും ബാക്കി ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഫ്രീ എന്ന് പറയാൻ പറ്റുമ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ എന്ന് അടിക്കുകയാണെങ്കിൽ കുറേ ഫ്രീ മോഡൽസ് കിട്ടും. ഈ ഓപ്പൺ റൂട്ടറിൻ്റെ ഈ NVIDIAയുടെ ഈ മോഡലൊക്കെ ഫ്രീ ആണ് ആക്ച്വലി. ഈ മോഡലായിരിക്കും നമ്മുടെ ക്ലോഡ് കോഡ് ഇട്ട് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലോഡ് കോഡ് ഒരു ലിമിറ്റ് വരെ ഫ്രീ ആയിട്ട് ഇത് ഉപയോഗിച്ച് റൺ ചെയ്യാൻ പറ്റും, നമ്മൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ തന്നെ. അതല്ല നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ, ക്രെഡിറ്റ് എടുത്ത് ഇടുവാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗ്രോക്ക് ഉപയോഗിക്കാം, ജെമ 4. നിങ്ങൾ ഈ ലോക്കൽ LLMs ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ PC തന്നെ ഓട്ടിക്കുകയാണെങ്കിൽ, അത് റൺ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. കാരണം അവിടെ ഈ API ലിമിറ്റിൻ്റെ പ്രശ്നം വരത്തില്ല. 100% ഫ്രീയാണ്. സാധാ ഒരു മോഡറേറ്റ് വർക്കിംഗ് ഒക്കെ നമ്മുടെ ജെമ 4 ഇപ്പോൾ ഇറങ്ങിയ ഗൂഗിളിൻ്റെ ജെമ 4 ബെസ്റ്റ് ഓപ്ഷൻസാണ്. അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്ത് ക്ലോഡ് കോഡ് റൺ ചെയ്യാൻ പോവാണ് ഫ്രീ ആയിട്ട്, ആൻഡ്രോപ്പിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ. നമുക്ക് എന്നിട്ട് ചെറിയ പ്രോഗ്രാം ഒക്കെ എഴുതി നോക്കാം വർക്കാവോ ഇല്ലയോ എന്ന്. ആദ്യം നമുക്ക് ക്ലോഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് മറ്റേ അവരുടെ സോഫ്റ്റ്വെയർ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ലൈനിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവരുടെ ഇത് കമാൻഡ് കോപ്പി ചെയ്ത് നമ്മൾ ടെർമിനലിൽ പേസ്റ്റ് ചെയ്തത്. ഇത് ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആവാൻ ഇത്തിരി സമയം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏജൻറ്റ് ഇവിടെ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട് ക്ലോഡ് കോഡ്. നമുക്കിനി ഇതിവിടെ റൺ ചെയ്യാം. ക്ലൗഡ് എന്ന് സബ്റ്റ് ടൈപ്പ് ചെയ്യാൻ ചോദിച്ചാൽ അന്നാവും. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഓണാക്കാൻ പോകുന്ന ഈ ഇവിടെ ഐ ട്രസ്റ്റ് ദിസ് ഫോൾഡർ എന്ന് ചോദിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ക്ലോഡ് കോഡ് റൺ ചെയ്യാൻ പോകുന്നതും ഈ ഒരു ഫോൾഡറിലാണ്, #യൂസർ _. ഇത് നമുക്ക് ഈ ഒരു ഫോൾഡറിൽ നമുക്ക് ഇതിനെ റൺ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന ഫോൾഡറും ഇതിനകത്ത് കൊടുക്കുന്ന ഫയൽസും ഇത് തരുന്ന ഫയൽസും എല്ലാം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള വേറൊരു സെപ്പറേറ്റ് ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ അൺടൈറ്റിൽഡ് ഫോൾഡർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മതി ക്ലോഡ്. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഫോൾഡറിനകത്തായിരിക്കും നമുക്ക് അതിന് കൊടുക്കാനുള്ള ഫയൽസും അത് തരുന്ന ഫയൽസും ഒക്കെ ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് ഇവിടെ ടെർമിനൽ ഓൺ ആക്കാം. ഇത് നിങ്ങൾ ഫൈൻഡറിൽ വന്നിട്ട് പാത്തി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ടെർമിനൽ അറ്റ് ഫോൾഡർ ഞെക്കുകയാണെങ്കിൽ ഈ ഒരു പാത്തിൽ നിങ്ങൾക്ക് അൺടൈറ്റിൽഡ് ഫോൾഡറിൽ നിങ്ങൾ ടെർമിനൽ ഓണായി വരും. ഈ പാത്ത് നിങ്ങളുടെ മാക്കിൽ ഓൺ ആയിട്ടില്ലെങ്കിൽ ഈ ഫൈൻഡറിൽ നിങ്ങൾ വ്യൂവിൽ ഹൈഡ് പാത്ത് ബാർ എന്നായിരിക്കും ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഫൈൻഡറിൽ വ്യൂവിൽ വന്നിട്ട് ഷോ പാത്ത് ബാറിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ പാത്ത് ബാർ ഷോ ആവും. ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെർമിനൽ ഓൺ ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ടെർമിനലിൽ അൺടൈറ്റിൽഡ് ഫോൾഡറിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ക്ലോഡ് ഓൺ ആക്കി നോക്കാം. ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്, നമ്മൾ ലോഗിൻ ആയിട്ടില്ല. നോട്ട് ലോഗിൻ എന്നാണ് കാണിക്കുന്നത്. റൺ ഹാസ് ലോഗിൻ ഫോർ ലോഗിൻ. നമുക്ക് ലോഗിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ക്ലോഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണം, പ്രോയോ മാക്സോ T1 പ്രൈസോ, പിന്നെ അല്ലെങ്കിൽ ഇവരുടെ ആൻഡ്രോപ്പിക്കിൻ്റെ കൺസോൾ അക്കൗണ്ട്.
എന്ന് പറയുമ്പോൾ API യൂസേജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ API നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് മാത്രം പേ ചെയ്ത് അവരുടെ API നമുക്ക് എടുക്കാൻ പറ്റും. ആന്ത്രോപ്പിക്കിൻ്റെ API ആ API നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ അവരുടെ മോഡലായിരിക്കും. അത് നമുക്ക് പക്ഷേ ആദ്യം ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്ത് റെഡിയാക്കിയാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നിലവിലിപ്പോൾ അങ്ങനെയാണ്. നമുക്ക് പേ ചെയ്താലേ ഈ ഒരു ഓപ്ഷൻ വർക്ക് ആകത്തുള്ളൂ. പിന്നെ തേർഡ് പാർട്ടി ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ബൈപ്പാസ് ചെയ്ത് ഓപ്പൺ റൂട്ടറിൻ്റെ ഒരു API വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡൽ. ഇപ്പോൾ ഈ ആൻഡ്രോയിഡിൽ ഫോൾഡർ മാറ്റാം. നമുക്കിനി ഓപ്പൺ റൂട്ടറിൽ ചെല്ലാം. അവർക്ക് തന്നെ അവരുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ തന്നെ ഉണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമുക്കതെടുക്കാം. ഡോക്യുമെൻറ്റേഷൻസ് എന്ന ക്ലൗഡ് കോഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലേ ഇത് ഓപ്പൺ റൂട്ടറിൻ്റെ ക്ലൗഡ് കോഡ് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവരാദ്യം പറഞ്ഞേക്കുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. ക്ലൗഡ് കോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അടുത്തത് ഒരു ഓപ്പൺ റൂട്ടറിന് ഒരു API കീ നമ്മൾ എടുക്കണം. അത് ഫ്രീയാണ്. ജസ്റ്റ് ഒരു ഇമെയിൽ ID വെച്ച് സൈൻ ചെയ്താൽ മതി. നമുക്ക് API കീ കിട്ടും. പിന്നെ അത് നമുക്ക് ഒരു പരിപാടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് API കീ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ ഗെറ്റ് API കീ എന്ന് കൊടുക്കാം. ഞാൻ ഒരു API കീ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ചാറ്റ് എന്ന് കൊടുക്കുന്നു. ബാക്കി ക്രെഡിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. റീസെറ്റ് ലിമിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. എക്സ്പയറേഷൻ എക്സ്പയറേഷൻ കൊടുക്കുന്ന ക്രിയേറ്റ്. ഓക്കെ, എനിക്കിവിടെ എൻ്റെ API ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് കോപ്പി ചെയ്ത് വെച്ചേക്കാം. ഇത് നമുക്ക് ഒരു പ്രാവശ്യമേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് പോയാൽ പോയി. ഓക്കെ, എൻ്റെ API ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ എൻ്റെ API ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫൈൻഡറിൽ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ നിങ്ങളുടെ യൂസർ എടുത്തിട്ട് നിങ്ങളുടെ ഇത് അഭിനസ്പി ഇട്ടേക്കുന്നത് നിങ്ങളുടെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുക. എന്നിട്ട് ഇവിടെ ഹിഡൻ ഫോൾഡർ ആയിരിക്കും .cloud എന്നും പറഞ്ഞ് കാണുന്നത്. ഈ .cloud ഹിഡൻ ഫോൾഡർ ആയിരിക്കും. നിങ്ങളിപ്പോൾ മാക്കോ വിൻഡോസോ ഏതോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹിഡൻ ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി ഹിഡൻ ഫോൾഡർ എങ്ങനെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഹിഡൻ ഫോൾഡർ എടുത്തിട്ട് ഈ .cloud ഓൺ ആക്കുക. ഇവിടെ ഇത്രയും ശരിക്കും ഫോൾഡർ വരത്തില്ല. ഞാൻ ഇത് ഇത്തിരി മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ക്ലൗഡിൽ. അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളാണ് ഇവിടെ. ഇത്തിരി മുമ്പ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പം ഇനി നമുക്കിനി ഇവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഡയറക്റ്റ് ഇവിടെ ഒരു ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ .cloudൽ ടെർമിനൽ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, JSON ഫയൽ. ഫയലിൻ്റെ പേര് settings.json. ഓക്കെ, നമ്മളൊരു JSON ഫയൽ settings.json എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നല്ല വന്ന് ഈ settings.json നമുക്ക് എഡിറ്റ് ചെയ്യാം ടെക്സ്റ്റ് എഡിറ്ററിൽ. ഇവിടെ നിലവിലൊന്നുമില്ല. നമുക്ക് എന്തോ അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തേക്കുന്നത് നോക്കാം. ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തേക്കുന്ന ഈ ഒരു JSON ഫയൽ ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാനാണ്. ഇവിടെ നമ്മുടെ ഇത്തിരി നമുക്ക് ഓപ്പൺ റൂട്ടറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ API കീ ഇല്ലേ, അതിവിടെ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാനാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഇവിടെ സെലക്ട് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നീടാണ് നമ്മൾ മോഡൽ ഇഷ്ടമുള്ള നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഞാനിത് വേറെ ചാറ്റ് ബോട്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ വേറെ കോഡ് എനിക്ക് തന്നു. എന്നിട്ട് ഇതാവാൻ എനിക്ക് തന്ന കോഡ്. അപ്പം ഈ കോഡെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈ പരിപാടിയെല്ലാം ചെയ്തതിന് ശേഷം ആന്ത്രോപ്പിക്കിൻ്റെ തന്നെ നമ്മളിവിടെ ആന്ത്രോപ്പിക്കിൻ്റെ അല്ല നമ്മൾ ക്ലൗഡ് കോഡിനെ ആന്ത്രോപ്പിക്കിൻ്റെ പേരിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഓപ്പൺ റൂട്ടറിൽ നിന്ന് ഏത് മോഡലാണ് ഉപയോഗിക്കേണ്ടത് ആ മോഡലിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഇവിടെ വെച്ചിട്ടുള്ള ഒരു JSON ഫയൽ കിട്ടി. ഇതായിരിക്കും നമ്മൾ നമ്മുടെ settings.jsonലോട്ട് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഓക്കെ അതാണ്ട് ഇത് settings.jsonൽ വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഫയൽ പേസ്റ്റ് ചെയ്യാൻ പോവുക. ഇനി ഇവിടെ ആയിരിക്കണം നമ്മുടെ നേരത്തെ കിട്ടിയ ഓപ്പൺ റൂട്ടറിൻ്റെ API കീ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ കാര്യങ്ങൾ. ഈ NVIDIAയുടെ മോഡൽ LLM ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ പേര് എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പൺ റൂട്ടറി മോഡൽസ് വന്നിട്ട് ഇപ്പം ജെമ 4 അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇവിടെ ഒരു കോപ്പി കണക്കത്തൊരു ബട്ടണുണ്ട്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ മോഡലിൻ്റെ ID കിട്ടും. ഇതാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ ഈ സാധനങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ മോഡലല്ല വേണ്ട, ഏത് മോഡലാണോ വേണ്ടത് ആ മോഡലിൻ്റെ ID എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ
API കീയും കൂടെ കൊടുക്കണം. ഞാൻ എൻ്റെ API കീ കോപ്പി ചെയ്യാത്തത് കൂടെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ JSON ഫയൽ സേവ് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഫൈൻഡറിൽ ചെന്നിട്ട് ഡെസ്ക്ടോപ്പിൽ ചെന്ന് അൺടൈറ്റിൽഡ് ഫോൾഡറിൽ ചെന്നിട്ട് ഒന്നുകൂടെ ടെർമിനൽ ഓൺ ആക്കാം. എന്നിട്ട് നമുക്ക് ക്ലോഡ് ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്ലോഡ് കോഡ് ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുത്തില്ല, സാധനം വർക്കിംഗ് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റിയ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ NVIDIA ആണ്. 120 ബില്യൺ പാരാമീറ്ററിൻ്റെ മോഡലാണ്, ഫ്രീ ആണ്. പിന്നെ API യൂസേജ് ബില്ലിങ് അത് വെറുതെ. നമുക്കിവിടെ എന്തെങ്കിലും ഒരു കമാൻഡ് സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഓപ്പൺ റൂട്ടറിന് ഓക്കെ നമ്മുടെ ക്ലോഡ് കോഡ് ഇവിടെ വർക്കായിട്ടുണ്ട്. ഇവിടെ ഇത് സാധനം നമുക്കിപ്പോൾ ഫ്രീ ആയിട്ടൊരു പരിധി വരെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഓപ്പൺ റൂട്ടറിൽ നിന്നും റേറ്റ് ലിമിറ്റ് എടുക്കും. ഇപ്പോൾ നമ്മൾ ഫ്രീ മോഡലാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത്യാവശ്യം ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ റേറ്റ് ലിമിറ്റ് എടുക്കും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്കിത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ആ ലിമിറ്റ് കഴിയുന്നിടം വരെ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ LLMs ഉണ്ടല്ലോ, നമ്മൾ ഈ ഓപ്പൺ റൂട്ടറിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ് നമ്മുടെ ലോക്കൽ മെഷീനിൽ തന്നെ LLM ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് നിന്ന് ക്ലോഡ് കോഡ് റൺ ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ഫുള്ളി റൺ ചെയ്യുന്നത് ഓഫ്ലൈനിലായിരിക്കും. നമ്മുടെ ഓൺലൈനുമായിട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു ആവശ്യം വേണ്ട. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ഫുള്ളി ക്ലോഡ് കോഡ് നമ്മുടെ PC-യുടെ അകത്ത് വർക്കാക്കാൻ പറ്റും. നമ്മളിപ്പം ഇഷ്ടംപോലെ LLMs ഉപയോഗിച്ച് ആ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ജെമ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാമ ഉപയോഗിക്കാം മെറ്റയുടെ. ഈ ജെമ ഫോർ ഇടയ്ക്ക് ഇറങ്ങിയ ജെമ ഫോർ ഗൂഗിൾ നമ്മളെ നല്ല LLM ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് ലോക്കലായിട്ട് ഫുള്ളി ഇത് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും ഒരു API ലിമിറ്റും പ്രശ്നമാകത്തില്ല. API ലിമിറ്റിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത്, കാരണം നമ്മളാണ് A to Z നമ്മുടെ PC-യിൽ വർക്കാവുന്നത്. ഇനി ഇവനെ കൊണ്ട് നമുക്കൊരു പ്രോഗ്രാം എഴുതിപ്പിച്ച് നോക്കാം. ഒരു ടെലഗ്രാം ബോട്ട് എഴുതിപ്പിച്ച് നോക്കാം പൈതണിൽ. ഓക്കെ, ഇത്രയും മതിയാവും. ശരിക്കും നമുക്കിനി ഇത് എൻ്റടിക്കാം. ഇനി അവനത് അതിൻ്റെ പ്രോഗ്രാം എഴുതി നമുക്ക് തരും. പക്ഷേ ഈ പ്രോഗ്രാം നമുക്കിവിടെ റൺ ചെയ്യണമെങ്കിൽ നമുക്കിനി അവൻ പറയും നമുക്ക് ടെലഗ്രാമിൻ്റെ API ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യിപ്പിക്കാം. നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഈ ക്ലോഡ് വർക്ക് ചെയ്യുന്ന ഫോൾഡർ. അവൻ എന്ത് പണി ചെയ്താലും ഇവിടെ ആയിരിക്കും സേവ് ആക്കി തരാൻ പോകുന്നത്. നമുക്ക് അവൻ എന്തെങ്കിലും ഫയൽ കൊടുക്കണമെങ്കിലും ഇവിടെ കൊണ്ടിട്ട് കൊടുത്താൽ അവൻ ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം, വർക്ക് ചെയ്യട്ടെ. ജസ്റ്റ് ഒരു ഡെമോ പ്രോഗ്രാമാണ്. നമ്മൾ ഈ ഒരു ഓപ്പൺ റൂട്ടറിൻ്റെ ലിമിറ്റ് തീരുന്നിടം വരെ നിങ്ങൾക്ക് ഇവനെ കൊണ്ട് ജോബ് എടുപ്പിക്കാൻ പറ്റും. പക്ഷേ ലിമിറ്റ് തീർന്നു കഴിഞ്ഞാൽ അവിടെ തീരും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ലോക്കൽ LLM ഉപയോഗിച്ച് ചെയ്യാൻ പോവുക, ടോട്ടലി ഫ്രീ. അതും ഓഫ്ലൈൻ ആയിരിക്കും, ഫുള്ളി ഓഫ്ലൈൻ ആൻഡ് ടോട്ടലി ഫ്രീ ആയിരിക്കും. നല്ല LLM ഉപയോഗിച്ച് ക്ലോഡ് കോഡ് ഫുള്ളി ഫ്രീ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ റെഡിയാക്കാം. ഇതിപ്പോൾ അവൻ ജോബ് ചെയ്യും. Okay, good. Yes, and allow all edited during the session. നമുക്കിവിടെ ഒരു പൈതൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാം താങ്ക് യു ബോട്ട്. ഓക്കെ,
ഓക്കെ, നമ്മൾ ക്ലോഡ് കോഡിൻ്റെ പണി കഴിഞ്ഞ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാം എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അവൻ എഴുതുന്ന ഈ സാധനങ്ങൾ വായിച്ച് നോക്കി അതിനനുസരിച്ച് വല്ല API കൊടുക്കാനായിരിക്കും ടെലഗ്രാമിൻ്റെ, അത് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോഡ് കോഡിൻ്റെ ഓപ്പൺ റൗട്ടറിൻ്റെ API ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. If you like this video, like, subscribe. Thank you.